ഇന്ന് അയ്യപ്പൻ കഞ്ഞിക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എൻ്റെ കൂട്ടുകാരി ഗീത. ഇതുണ്ടോ, ഈ എല്ലാ സാധനവും ഏത്തക്ക ഉണ്ട്, ചേനയുണ്ട്, കാച്ചിൽ, ചീമച്ചേമ്പ്, പിന്നെ കിഴങ്ങ് ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. അത് വേറെ എടുത്തിട്ടില്ല. നമ്മൾ വേറെ എടുത്തിട്ടുണ്ടോ? വേറെ പരിക്കകത്തിലുണ്ട്, പക്ഷേ അത് എടുത്തില്ല. പരിക്കകത്തുണ്ടല്ലേ? കാച്ചിലും എല്ലാം ഉണ്ട്. ചേമ്പ് ഇഷ്ടം പോലെ ചേമ്പുണ്ടല്ലോ. കാച്ചില് ചെത്തിയിട്ടേക്കുന്നു. ഈ വെള്ളക്കാച്ചിലിന് എന്തുവാ പറയുന്നേ? വെള്ളക്കാച്ചിൽ തന്നെ പറയുന്നത്. അല്ല, പേരുണ്ടെന്തോ. ഇത് കടുവാക്കയ്യനെ ഭരണിക്കാച്ചിൽ. ഇതേതാ? ഭരണിക്കാച്ചിലാ, വലിയ കാച്ചില് ആന്നോ? കടുവാക്കയ്യൻ കാച്ചില്. പിന്നെ ചുമന്ന ഒരു കാച്ചിൽ, വേറൊരു ചുമന്ന കാച്ചില് നമുക്കിപ്പോൾ ഇല്ല. പിന്നെ ചേന, ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ അയ്യപ്പൻ കഞ്ഞിക്ക് എടുക്കുന്നത്, ഇതിനകത്ത് ചീമച്ചേമ്പ്, കൊച്ചിയേമ്പ്, ചേന, കാച്ചില്, പിന്നെ ഏത്തക്ക ഇത്രയെല്ലാം കൂടി ഇട്ട് കഞ്ഞി വെച്ചിട്ട് കഞ്ഞി വെക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ചില അതിൽ കൂടുതൽ വേറെ പയറിടുന്നവരുണ്ട്, കടല ഇടുന്നവരുണ്ട്, പിന്നെ പച്ചക്കറിയൊക്കെ ഇടുന്നവരുണ്ട്. പക്ഷെ അത് അസ്ത്രമാകത്തില്ല. അതെല്ലാം ഒരു അവിയൽ പോലെ ആയിരിക്കും. ഇത് നമ്മൾ അസ്ത്രമാണ് വെക്കുന്നത്. അതിനകത്ത് കൊച്ചിയേമ്പും ചീമച്ചേമ്പും ചേനയും കാച്ചിലും ഏത്തക്കായും മാത്രം ഇട്ട് നമ്മൾ വെക്കുന്നത്. അപ്പം നമ്മളൊരസ്ത്രം വെക്കുന്നത് അതിനുള്ള. അപ്പം ഗീത കന്നിമലയാ പോകുന്നത് കേട്ടോ. കന്നിമല പോകുമ്പം നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു അന്നദാനം കൊടുക്കണമെന്നൊരു ആഗ്രഹം. അപ്പോൾ അന്നേരം ഞാൻ അതിനൊരു കഞ്ഞി, ഒരു വസ്ത്രവും വെച്ച് കൊടുക്കാനായിട്ടല്ലേ ഉള്ളൊരു തീരുമാനം. 4 പേർക്ക്, ഞങ്ങളുടെ തൊഴിലുറപ്പുകാർക്കും പിന്നെ നമ്മുടെ അടുത്തുള്ളവരും കൊച്ചുകുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് വിളിച്ച് കന്നിമലയില്ലയോ അങ്ങനെ കൊടുത്തിട്ട് പോകാമെന്നൊരു ആഗ്രഹം. അതിന് വേണ്ടി ഒരുങ്ങുക. നാടൻ സാധനങ്ങളാണ് കേട്ടോ. ഇതെല്ലാം അത് നമ്മുടെ കൃഷി ചെയ്ത് കൃഷിഭവനിൽ നിന്നൊക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. നമ്മൾ വേറെ ഒരു സാധനവും നമ്മൾ ചന്തയിൽ നിന്ന് മേടിച്ചിട്ടില്ല. ഇതെല്ലാം നമ്മുടെ കൃഷി ചെയ്ത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ എടുത്ത എല്ലാ സാധനങ്ങളും, ചേനയാന്നേലും കാച്ചിലാന്നേലും ചേമ്പാന്നേലും ചീമച്ചേമ്പാന്നേലും ഏത്തക്കയാന്നേലും എല്ലാം നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മുടെ തന്നെ, വേറെ ഒന്നും ഇതിനകത്തില്ല. അത് നടുമ്പോഴേ എന്തോ വളമായിടുന്നേ. നമ്മൾ അത് നടുമ്പോൾ നമ്മൾ ചാണകവും പിന്നെ ജൈവവളത്തിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. കാര്യം കൃഷിഭവനുമായിട്ടുള്ള ഒരു ഇതുണ്ട്. ഇവിടുത്തെ ചേട്ടൻ കൃഷിഭവൻ്റെ ഒരു കമ്മിറ്റി അംഗം കൂടെ. അപ്പം നമുക്ക് പിന്നെ അല്ലാത്ത വളം, ജൈവവളമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ ഒരു വളവും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് എല്ലാം വന്ന് കേടായി പോയാൽ പോയി. അല്ലാതെ നമ്മൾ ഒരു മരുന്നായിട്ട് ഒന്നും, ഒരു കീടനാശിനി ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഉപയോഗിക്കത്തുമില്ല നമ്മുടെ എല്ലാം. അതുകൊണ്ട് നമ്മുടെ ആ സാധനത്തിന് ഡിമാൻഡും ഉണ്ട്. അത് പയറൊക്കെ ഇട്ട് ചിലപ്പോൾ മുന്നേ ആയിപ്പോയാൽ പോയി. നമ്മൾ കീടനാശിനി അടിക്കാത്തത് കൊണ്ട് അത് പോകും. അതുകൊണ്ട് അതിനായി ജൈവവളം കൃഷിഭവനിൽ നിന്ന് പറയുന്നതും അവിടെ നിന്ന് വരുന്ന ഇതുമല്ലാതെ പിന്നെ പച്ചിലയോ അല്ല ചാണകപ്പൊടിയോ ഇങ്ങനെയൊക്കെ ഉള്ളതേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരു സാധനങ്ങളും ഉപയോഗിക്കത്തില്ല. ഇതെല്ലാം നട്ടതിൻ്റെ ഇടയിലായിട്ട് പച്ചക്കറികളും ഉണ്ട്. പച്ചക്കറി ഏതൊക്കെയുണ്ട് പച്ചക്കറികൾ? പയറുണ്ട്, പാവലുണ്ട്, പടവലമുണ്ട്, വെണ്ടയുണ്ട്, പിന്നെ പച്ചമുളകുണ്ട്, പിന്നെ കുമ്പളമുണ്ട്, വെള്ളരിയുണ്ട്, മത്തയുണ്ട്, പിന്നെ അതിനിടയ്ക്ക് പൂ കൃഷിയുമുണ്ട്. അതിനിടയ്ക്ക് പൂവും നട്ടിട്ടുണ്ട്. ബന്ദിപ്പൂ 2 വെറൈറ്റി ഉണ്ട്. മഞ്ഞയും നമ്മുടെ ഒരു പിന്നെ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ സാധാ ഓറഞ്ച് അല്ല, നമ്മുടെ ഈ മുസാമ്പി പോലൊക്കെ നല്ല കട്ടും കളറിലുള്ള ബന്ദിപ്പൂ. അതെയോ? അതുകൊണ്ട് അത് ഓണത്തിന് നമ്മൾ പറിച്ച് അവിടെ കൊടുത്തോ? അത് ഓണത്തിന് നമ്മൾ കൊടുത്തു. പിന്നെ നമ്മുടെ അമ്പലങ്ങളിലെല്ലാം കൊടുത്തു. വിലക്കല്ല, അമ്പലങ്ങളിലെല്ലാം തന്നെ കൊടുത്തു. ഓണത്തിന് നമ്മൾ വിലക്കാണ് കൊടുത്തത്. ഓണത്തിന് അത്തപ്പൂ. അതപ്പോൾ എന്ത് വില കിട്ടും നമ്മൾ കൃഷി ചെയ്ത്? 100 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തത്. 100 രൂപ കിലോയ്ക്കോ? കിലോയ്ക്ക് 100 രൂപയ്ക്ക്. അത്ര വെച്ച് കിട്ടിയല്ലേ? കാര്യം പൂ വലിയ പൂവാ, കൊച്ചു പൂവല്ല, നല്ല വലിയ പൂ. മാല കെട്ടാനൊക്കെ മാല കെട്ടാൻ നല്ല അത്തപ്പൂ ഇടാനെ കൊണ്ടിട്ട് നല്ല വലിയ പൂവാ. ഇത്രയും വലിയ പൂ കൊണ്ട് മാല കെട്ടാനല്ലേ അത് മുറിക്കണം. അപ്പോൾ 2ആയിട്ടത് ആക്കണം, എന്നാലേ അത് മാല കെട്ടാൻ പറ്റത്തുള്ളൂ. വലിയ പൂവാ. അങ്ങനത്തെ അത്തപ്പൂ ഇടാനെ കൊണ്ടിട്ട് അത് കൂടുതലും. കാര്യം അത് നമ്മളത് പൊഴിച്ച് പൂവ് അങ്ങ് ഇതാക്കും, ആക്കിയിട്ട് അത്തപ്പൂ ഇടാനെ കൊണ്ടിട്ട് അങ്ങനെ. ശരി. അപ്പം നമ്മൾ പൂക്കൃഷി തുടങ്ങിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പം പക്ഷേ വിലക്കുറവാണ്. ഇപ്പം കിലോ വിലക്കുറവല്ലേ?
അല്ല തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമല്ലേ നമ്മുടെ എല്ലാം? കേരളത്തിൽ ഒരുപാടിടത്ത് തൊഴിലുറപ്പുകാരും അല്ലാതെ പിന്നെ കുടിൽ വ്യവസായം പോലെ ഇപ്പോൾ ഒരുപാട് പൂക്കൃഷികളും ചെയ്യുന്നുണ്ടല്ലേ? നമ്മുടെ റാന്നി പഞ്ചായത്തിൽ തന്നെ ഒരുപാടിടത്തുണ്ട് കൃഷി. പിന്നെ റാന്നി പഴവങ്ങാടി പഞ്ചായത്തിലുണ്ട്, അറളമൊഴി പഞ്ചായത്തിലുണ്ട്. അവിടെയൊക്കെ ചാക്ക് കണക്കിന് കിലോ കണക്കിന് എന്ന് പറഞ്ഞാൽ 1000 കിലോകളൊക്കെ പത്തനംതിട്ട ജില്ല എല്ലായിടത്തും പത്തനംതിട്ട ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ പിന്നെ പ്രമാടം പഞ്ചായത്തിലെ പിന്നെ ആ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് പൂക്കൃഷിയുണ്ട്. മൈലപ്ര ഭാഗത്തുണ്ട്. അതുപോലെ മുല്ലക്കൃഷി, മുല്ലക്കൃഷി ഇപ്പോൾ ആയി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാടിടത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് പൂവിന് ഡിമാൻഡ് കുറയുന്നു, പൂവിന് വില കുറയുന്നു. പൂവുള്ളത് കൊണ്ട് വില കുറയുന്നു. നമ്മൾ കൊടുക്കുന്നതിന് വില കുറയും. അതാൻ്റെ. അപ്പോൾ കൂടുതൽ ഇങ്ങോട്ട് തമിഴ്നാട്ടിൽ നിന്നൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ ഒക്കെ പഞ്ചായത്തുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിനൊക്കെ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ റാന്നി പഞ്ചായത്ത് തന്നെ പൂക്കൃഷിക്കൊക്കെ സ്ഥലം വെറുതെ കിടക്കുന്നതൊക്കെ എടുത്ത് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാൻ ഉണ്ടല്ലേ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഭരണ സമിതിക്കാരും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് അതിനുള്ള നമുക്ക് തരുന്നുണ്ട് ഉണ്ടല്ലേ, എല്ലാ പ്രോത്സാഹനങ്ങളും തരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും സ്ഥലം ചെയ്യാൻ അവർ അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും തരുന്നുണ്ട്. പക്ഷേ എന്നിട്ട് വില കുറയും. ഉണ്ടോ ശരിക്കും? ഇവർ 2 പേരും ഉണ്ടല്ലോ, ഭയങ്കര കർഷകരാ. ഭയങ്കര കർഷകരെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നവരാ. ഇപ്പം ഇവിടെ തന്നെ ഈ പെരയുടെ അങ്ങേ അപ്പുറത്ത് നമ്മുടെ പെരയുടെ തെക്കേ ഭാഗത്ത് ഇഷ്ടംപോലെ പൂക്കൃഷിയുണ്ട്. അവിടെ നോക്കിയാൽ പാവലുണ്ട്, പിന്നെ കൊല്ലയുണ്ട്, വഴുതനയുണ്ട്. ഈ കൊണ്ട് അവിടെ പക്ഷേ രാത്രി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ആ ഭാഗത്ത് ഇതെല്ലാം ഉണ്ട്. വഴുതനയുണ്ട്, പിന്നെ കോവയ്ക്കായുണ്ട്, കോവലും നിത്യവഴുതന എല്ലാം ഇവിടെയൊക്കെ കിടക്കുന്നത്. അതൊക്കെ കൊടുക്കുവോ? അല്ല, അത് നമുക്ക് അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്തു. പിന്നെ അയ്യത്തെ കൃഷി അവിടെ ഉണ്ട്, ചേട്ടൻ പറിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചീര, നല്ലപോലെ ചീര ഉണ്ടാകുന്നു. എല്ലാ കൃഷികളും ഉണ്ട്. ഈ നിത്യവഴുതനയുടെ അതെങ്ങനെയാ നടുന്നേ? നിത്യവഴുതനയുടെ അരിയാണ് നടുന്നത് നമ്മള്. അരിയാണോ? പിന്നെ അത് ഒരു മൂടുണ്ടെങ്കിൽ പിന്നെ പൊട്ടിക്കിളിച്ചാൽ ഏറിയ മൊത്തമാകും നിത്യവഴുതന. നമുക്കൊക്കെ അത് മെഴുക്കുരട്ടി വെക്കാനും. അതുകൊണ്ട് ഒരു മൂട് അവിടെ കിടക്കുന്ന ഇഷ്ടം, അങ്ങോട്ട് കാണിക്കില്ലേ അവിടെ. അവിടെ ഉണ്ട്. പകലായിരുന്നില്ല എടുക്കാൻ പറ്റത്തുള്ളൂ. പകലായിരുന്നു എടുക്കാൻ പറ്റും. അങ്ങനെ സൈഡിലും ഉണ്ട്. നമ്മുടെ പെരയുണ്ടല്ലേ, ഉണ്ട്. ഇഷ്ടംപോലെ നിത്യവഴുതന 2 വെറൈറ്റി ഉണ്ട്. വലുതുകൊണ്ട് ചെറുതുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു ചെറുതാ കുറച്ചുകൂടെ ടേസ്റ്റി. വലുതും കുഴപ്പമില്ല. ചെറുതങ്ങ് വലുതാന്നേലും നല്ല പോലെ ഉണ്ട്. ചെറുതുകൊണ്ട് ഒരുപാട് പോലെ ഉണ്ടാകും. 2 വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ കോവല് 3 വെറൈറ്റി ഉണ്ട് ഈ വീട്ടിൽ തന്നെ. ഞാൻ ഓർക്കുമായിരുന്നു പണ്ട് അമ്മ ഇവിടെ അമ്മയാണേൽ പിന്നെ ഈ നിത്യവഴുതന എല്ലാ ദിവസവും, നിത്യവഴുതന എന്നല്ലേ പറയുന്നത്, എല്ലാ ദിവസവും അതെന്ന് പറിക്കാൻ കാണും. അതെടുത്ത് മെഴുക്ക് പുരട്ടി ആയിട്ട് എന്നും ചോറിന് വെക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ പച്ചക്കറികൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്, ഒറിജിനലായിട്ട് യാതൊരു കെമിക്കലും ഇല്ലാതെ. അതുകൊണ്ടല്ലേ നമ്മുടെ അടുത്തുള്ള ഇവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു കെമിക്കലും വരത്തില്ല. നല്ല കർഷകരാണ് കേട്ടോ. ഞാനത് കുറച്ച് ഒരു 2-3 കൊല്ലം മുന്നേ ഈ കാബേജ് ഉണ്ടല്ലോ, കാബേജ് പക്ഷെ ഒന്നുപോലും ഞാൻ പറിച്ചില്ല. കാബേജും കോളിഫ്ലവറും ഉണ്ട്. ഇപ്പം കൃഷിഭവനിൽ നിന്ന് തൈ എടുത്തുകൊണ്ട് വന്ന് കൊണ്ട് നട്ടിട്ടുണ്ട്. അത് അവിടെ അങ്ങനെ പറമ്പില്ല. അത് നന്നായിട്ടുണ്ടാകും. പിന്നെ ഇത് കാബേജ് പെരയുടെ മണ്ടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. ഇവിടെ കൃഷിഭവനിൽ പത്തനംതിട്ടയിൽ ഒക്കെ വന്ന് എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് ഈ പെരയുടെ മണ്ടയ്ക്ക് ഇപ്പൊ ഉണ്ടോ? വീടിന് മുകളിൽ നമ്മുടെ കറ്റാർവാഴ മാത്രമേ ഉള്ളൂ പെരയുടെ ഉള്ളോ? അതൊരുപാടുണ്ട്. കറ്റാർവാഴ പെരയുടെ ബാക്കി എല്ലാം എടുത്ത് മാറ്റി. അന്നേരം അവിടെ വന്ന് എടുത്തോണ്ട് പോയിട്ടുണ്ട്. എന്ത് കൃഷികളുണ്ടായിരുന്നറിയാമോ? എല്ലാ വഴുതനയും കൊല്ലയും ചീരയും പൂവിൻ്റെ ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ പെരക്ക് ഇതാകുമെന്ന് പറഞ്ഞിട്ട് മണ്ണെല്ലാം കൂടി ഇങ്ങനെ ടെറസിൽ ഇങ്ങനെ കിടന്നാലേ അങ്ങനെ മാറ്റിയത്. അത് കറ്റാർവാഴ മാത്രമേ ഉള്ളൂ. കറ്റാർവാഴയുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ കൃഷിയിലേക്ക് തിരിച്ചു വരുന്ന പഞ്ചായത്തുകളൊക്കെ മീറ്റിങ്ങും ഒക്കെ നടത്തുമ്പോൾ നമ്മൾ കൃഷിയിലേക്ക് തിരിഞ്ഞു പോകണം.
മനസ്സിനൊരു സന്തോഷം ഉണ്ടാകാനും ഒക്കെ മനസ്സിന് സന്തോഷവും വിഷം ഇല്ലാത്ത പച്ചക്കറികൾ കഴിക്കാനും നമുക്ക് പറ്റും. പിന്നെ നമ്മുടെ സമയം പോകുന്നത് അറിയത്തില്ല. മറ്റൊരു ഇതില്ല, ഓരോ ദിവസവും അത് ഇത്രയും വളർന്നു എന്തൊക്കെയായി എന്നൊക്കെ നമ്മൾ ചെന്ന് നോക്കും. അത് കിളുത്തോ ഇല്ലേ എന്തോ ആയി പൂത്തോ എന്നൊക്കെ ഉള്ള ഓരോ ദിവസവും നമ്മൾ അടുത്ത് ചെന്നാൽ അവർക്ക് സന്തോഷമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കൃഷി നമ്മൾ അത് ഒരു നട്ട് കഴിഞ്ഞ് നമ്മൾ ദിവസം അത് ചെന്ന് നോക്കി അതിനോട് കാര്യം പറഞ്ഞ് അതൊക്കെ ഭയങ്കര ഒരു അത്ഭുതം തന്നെ, നല്ലൊരു ഇത് കാര്യങ്ങൾ തന്നെ. സസ്യങ്ങൾക്കും ജീവനുണ്ടല്ലോ, അവർക്കറിയാം. അതിൻ്റെതായുള്ള പ്രതികരണം ഇല്ലെന്നല്ലേ ഉള്ളൂ. നമ്മളതൊന്ന് തലോടി എന്തെങ്കിലും പുഴുവോ മറ്റുള്ളതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞൊക്കെ കഴിയുമ്പോഴത്തേക്കിനും അല്ലെ അതിനെ തിന്ന് നശിപ്പിക്കുകയില്ല. നമ്മൾ നോക്കി കഴിയുമ്പോൾ അന്നൊന്ന് നോക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പോരാഴിയുണ്ട്, നമ്മൾ അതിനുള്ള ഇത് നമ്മുടെ കൈ തന്നെ തലോടുമ്പം തന്നെ അതിനൊരു സന്തോഷമാകും. ഇതെല്ലാം ഈ കൃഷിയെല്ലാം കൂടെ നിൽക്കുന്ന കാണുമ്പോഴേ തന്നെ അതാണ് ഏറ്റവും വലിയ സന്തോഷം. കപ്പയില്ലേ ഒരുപാട് ഇപ്രാവശ്യം 1000 മൂടങ്ങാണ്ടുണ്ട്. ഉണ്ടോ? ഏത്തക്കൊല 250 മൂടുണ്ട്. എല്ലാം വെട്ടി തുടങ്ങിയില്ലേ? തുടങ്ങി. പക്ഷെ ഓണത്തിനേക്ക് ആയില്ലായിരുന്നല്ലേ? ഓണത്തിനേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണക്കിരുത്തി കളഞ്ഞു, ഭയങ്കരമായിട്ട് ഓണത്തിന് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് നമ്മുടെ വാഴക്കൊല വിളഞ്ഞു തുടങ്ങി. ഇപ്പോഴും ശരിക്കും നല്ല വിലയില്ലേ? കിലോ 50 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. കൂടുതൽ വിലയുണ്ട്, പക്ഷെ നമ്മൾ 50 രൂപയ്ക്ക് കൊടുക്കും. അതിൽ കൂടുതൽ വിലയുണ്ട്, 55-60 രൂപയോളമുണ്ട്. പക്ഷേ നമ്മൾ 50 രൂപയ്ക്ക് കൊടുക്കുന്നത്. ശരി. അപ്പം നമ്മൾ കേട്ടല്ലോ, എല്ലാവരും നമുക്കും വീടുകളിൽ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യാം, ഈ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. ഡിമാൻഡ് ഏത്തക്കൊല വിളയുന്നതനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും. കപ്പയാണെങ്കിലും വിളയാഞ്ഞ് നോക്കിയിരിക്കും. പിന്നെന്താ നമ്മുടെ എന്ന് പറഞ്ഞാൽ പന്നിയുടെ ശല്യം ഭയങ്കരമായിട്ടുള്ള അത് വലിയൊരു പ്രശ്നമല്ലേ നമുക്ക്? കാര്യം നമ്മൾ നോക്കി എനിക്ക് നമ്മുടെ മുൻപേ നിന്നാണ് കഴിഞ്ഞ ദിവസം ചീമച്ചൻ എത്ര മൂടെടുത്തെന്നറിയാം. കപ്പയാണെങ്കിലും കൂടി ചെല്ലുമ്പോഴത്തേക്കിനും ഭയങ്കര ശല്യമാണ്, പന്നി ശല്യം. പിന്നെ നമുക്ക് കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കുകയായിരുന്നല്ലേ? ഭയങ്കരമായിട്ടുണ്ട് ഇപ്പം, ഭയങ്കര ശല്യം. അത് കാരണം വീടുകളിലെങ്ങും കൃഷി ചെയ്യാത്ത അതുകൊണ്ടാണ് ആൾക്കാർ. ഈ മുറ്റത്ത് വരെ വന്നാൽ ചീമച്ചൻ കഴിഞ്ഞ ദിവസം എടുത്തു കൊണ്ടുവന്ന് അപ്പുറത്ത് കൊണ്ടുവന്ന് മാറ്റിക്കൊണ്ടുവന്ന് തിന്നിട്ട് എടുത്ത് ഒരേറ് വെച്ച് കൊടുത്തു. അങ്ങനെ ഒരു തെങ്ങ് പോലും നടാൻ പറ്റില്ല. തെങ്ങല്ല, ഇത് മാന്തി എടുത്തിട്ട് തിന്നും. കപ്പയും കാച്ചിലും അതിന് ഏറ്റവും ഇഷ്ടമുള്ളത് കപ്പയും ചീമച്ചയും. അതും ടേസ്റ്റുള്ള സാധനം ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ മണം അത് വിളയുമ്പോഴത്തേനും അതിനറിയാം. എന്താ ചെയ്യാനാ, അതിനെല്ലാം അതിജീവിച്ചാണ് നമ്മൾ ഇത്രയൊക്കെ ഇതൊക്കെ അതിജീവിച്ച് ഇത്രയും പന്നിയുടെ ശല്യത്തെ എല്ലാം അതിജീവിച്ചാണ് ഇതൊക്കെ ഇവിടെ ഇപ്പം വന്നേക്കുന്നത്. ഇത്രയും കൃഷി ചെയ്തേക്കുന്നത് അതെല്ലാം നമ്മൾ അയ്യപ്പൻ്റെ ശബരിമലയ്ക്ക് പോകുന്നതുകൊണ്ട് അയ്യപ്പൻ കഞ്ഞി വയ്ക്കാനായിട്ട് ഇതെല്ലാം അരിഞ്ഞോണ്ടിരിക്കുക കേട്ടോ. നമ്മൾ റാന്നിയിൽ അയ്യപ്പ സേവാ അവിടെ അയ്യപ്പ കഞ്ഞി റാന്നിയിലുണ്ടല്ലോ, അവിടെയും കൊടുക്കാൻ നമ്മൾ വെച്ചിട്ടുണ്ടല്ലേ? ഏത്തക്കൊലയും കപ്പയും എല്ലാം കൊടുക്കാനൊക്കെ എല്ലാ വർഷവും അവരിവിടെ വരുന്നത്. ഇപ്രാവശ്യം കൊച്ചാണ്ണം കണ്ട് വയ്യാതെ ഇനിയും കൊണ്ട് കൊടുക്കണമെന്ന് പറയുന്നത്. ഈ വർഷം വന്നില്ല ആരും. പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ മുസ്ലിം പള്ളിയിലും ക്രിസ്ത്യൻ പള്ളിയിലും എല്ലാം നമ്മൾ കൊടുത്തില്ലേ? ഒരു മതസ്ഥർക്ക് തന്നെയല്ല, നമ്മളെല്ലാ മതസ്ഥർക്കും കൊടുക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ നാടെന്ന് പറഞ്ഞാൽ എല്ലാ ജാതി മതസ്ഥരും ജീവിക്കുന്ന ഒരു നാടാണ്, ഒരുമയോടെ ജീവിക്കുന്ന ഒരു നാടാണ്. അവിടെ അവർക്ക് കൊലയും കൊടുത്തു, പൈസയും കൊടുത്തു. അവരെന്തേലും ഇതാകട്ടെ, നമ്മളവിടെ അവരുടെ ഇതിൻ്റെ എല്ലാം കൂടെ ഇടയ്ക്കില്ലേ നമ്മൾ ചെയ്യുന്നത്, ഇവിടെയും കൊടുത്തു. അതെ. അപ്പോൾ പല കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമുക്ക് അറിയാൻ പറ്റിയല്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും അത് കൈമാറുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. കമൻറ്റുകളൊക്കെ ഇതിനെപ്പറ്റിയുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഓക്കെ, താങ്ക് യു.